ന്യൂസ് റെക്കോർഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. ലിയോണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിലും കേരളത്തിലെത്തില്ല. മാർച്ച് വിൻഡോയിലെ അർജന്റീനയുടെ 2 കളിയും ഖത്തറിൽ നടക്കും. 27-ന് ഫൈനലിസ്മയിൽ സ്പെയിനിനെയും 31-ന് ഖത്തറിനെയും അർജന്റീന നേരിടും. മെസ്സി മാർച്ചിൽ കേരളത്തിൽ വരുമെന്നും ടീമിന്റെ മെയിൽ വന്നെന്നും കായിക മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞിരുന്നു. ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനിയൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്നും അവർ അറിയിച്ചു. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അബ്ബാസ്, ഒരു 3-4 മാസം മുമ്പ് മന്ത്രി പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. മാർച്ച് വിൻഡോയിൽ കേരളത്തിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ആരാധകരെല്ലാം തന്നെ. പക്ഷേ ഇപ്പോൾ അതും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നു. സ്ഥിരീകരണമായോ? ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഈ മാർച്ചിൽ, ഏതായാലും മാർച്ചിലെ ഫിഫ വിൻഡോയിൽ ഒരിക്കൽ പോലും മെസ്സി കേരളത്തിലെത്തില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. കാരണം ഇന്നലെയാണ് ഖത്തറിലെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ഫൈനലിസിമ പോരാട്ടവുമായി ബന്ധപ്പെട്ട ഒരു ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവലിൻ്റെ ഷെഡ്യൂൾ പുറത്തിറക്കിയത്. ഇത് പ്രകാരം മാർച്ച് 31 വരെയുള്ള ഷെഡ്യൂളുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ എല്ലാ കളികളും ഖത്തറിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മെസ്സിയുടെ ഈ ഒരു വിൻഡോയിൽ മെസ്സിയുടെ വരവ് ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം LOC, ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി, ഫുട്ബോളിൻ്റെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി പുറത്തിറക്കിയ ഷെഡ്യൂൾ പ്രകാരം 6 ടീമുകളുടെ ടൂർണമെൻറ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർച്ച് 27-ന് നടക്കുന്ന ഫൈനലിസിമ പോരാട്ടമാണ്. ഈ ഫൈനലിസിമ പോരാട്ടം ലോകത്തുടനീളമുള്ള ഫുട്ബോൾ ആരാധകർ വളരെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒന്നാണ്. ലോകത്തുടനീളമുള്ള ആരാധകർ അതിനായി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സജ്ജവുമാണ്. ഈ ഖത്തറിലേക്ക് വരാൻ അവർ തയ്യാറുമാണ്. ഏതായാലും ആ ഒരു കളിക്ക് വേണ്ടി വളരെയധികം കാത്തിരിക്കുന്ന വേളയിലാണ് ഇന്നലെ വൈകിട്ടോടു കൂടി അതിനൊരു വലിയ ഫുട്ബോൾ മാമാങ്കമായി മാറ്റാൻ ഖത്തർ തയ്യാറെടുക്കുന്നത്. സ്പെയിനിനോടും അതുപോലെ അർജന്റീനയോടും കൂടെ തന്നെ ആതിഥേയരായ ഖത്തർ, അതുപോലെ സെർബിയ, സൗദി അറേബ്യ, ഈജിപ്ത് ടീമുകൾ കൂടി മാറ്റിവെക്കുന്ന ഒരു ഫുട്ബോൾ ഫെസ്റ്റിവലാണ് ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഏതായാലും മാർച്ച് 31 വരെ ഇതുമായി ബന്ധപ്പെട്ട് കളികളുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് 31 അവസാനത്തെ കളി അർജന്റീനയും ഖത്തറും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മാർച്ചിൽ ഒരിക്കൽ പോലും അർജന്റീന കേരളത്തിൽ വരില്ല എന്നുള്ള ഉറപ്പാണ്. ഈ ഒരു മത്സരങ്ങളുടെ ഷെഡ്യൂൾ പുറത്തിറക്കിയിട്ട് നമ്മൾ ഇതിന് വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും ഇതിൽ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും അതുപോലെ ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടമാണ്. ഈ പോരാട്ടം നടക്കുന്നത് 2022 സാങ്കേതിക വശങ്ങളെ കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇതിപ്പോൾ 27-നും 31-നുമാണല്ലോ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് വരാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല അല്ലേ? ഇല്ല, തീർച്ചയായിട്ടും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിലല്ല, 2ാമത് നിൽക്കുന്ന ടീമാണ് അർജന്റീനയെ സംബന്ധിച്ച് സ്പെയിൻ 1ാമത് നിൽക്കുന്ന ടീമാണ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ടൂർണമെൻറ്റ് നിശ്ചയിക്കുന്നത് ഫിഫയുടെ കൂടി അനുമതിയുടെ അടിസ്ഥാനത്തിലാണ്, ഫിഫയുടെ വിൻഡോയിലാണ്. ആ വിൻഡോയിൽ നേരത്തെ തന്നെ ഇത്തരം ഷെഡ്യൂളുകൾ പ്രഖ്യാപിക്കും. ഈ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാതെ ഒരിക്കൽ പോലും അർജന്റീനയെ പോലെ ഒരു ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ടീം ഒരു കളിയും കളിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു സൗഹൃദ മത്സരം പോലും കളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അർജന്റീന പോലെ ടീം കളിക്കുക എന്നുള്ളത് തന്നെ അതിന് ഓപ്പണൻ്റ് ആവശ്യമാണ്. ഇങ്ങനെ വലിയ പ്രിപ്പറേഷൻ ആവശ്യമുള്ളതാണ് ഈ വലിയ ഫിഫ റാങ്കിങ്ങിലെ വലിയ ടീമുകൾ, പ്രധാനപ്പെട്ട ടീമുകൾ മത്സരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഈ ഒരു വിൻഡോയിൽ ഒരിക്കൽ പോലും അർജന്റീന കേരളത്തിൽ മത്സരിക്കില്ല എന്ന് തന്നെ ഉറപ്പാണ്. കാരണം മാർച്ച് 31 വരെ കളി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടുകൂടെ ഈ മാർച്ചിലെ വിൻഡോയും അവസാനിക്കുകയാണ്. പിന്നീട് ഇനി അടുത്ത വിൻഡോകളാണ്. അതിൻ്റെ വിൻഡോകൾ എങ്ങനെയാണ് എന്ന് ഇനിയും പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അമൃത. ശരി, അബ്ബാസ് മുഹമ്മദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.